വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഷുഗർ പേഷ്യൻസിനൊക്കെ ഇത് ഏറ്റവും ബെസ്റ്റാണ്. ഇതിനായിട്ട് ഇവിടെ കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു സവാള, ഒരു തക്കാളി, ഒരു പച്ചമുളക്, ഒരു കഷ്ണം ക്യാരറ്റ്, പിന്നെ കൂൺ ഒരു 3-4 എടുക്കാം. പിന്നെ എടുത്തിരിക്കുന്നത് കുറച്ച് സ്വീറ്റ് കോൺ ആണ്. ഇനിയിപ്പോൾ ഇതിലുള്ള എല്ലാ പച്ചക്കറിയും നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് എന്ത് പച്ചക്കറി ഉള്ള വെച്ചാൽ അത് ചേർത്തിട്ട് നമുക്ക് സൂപ്പ് ഉണ്ടാക്കാം. പക്ഷേ ഈ മഷ്റൂമും മറ്റേ സ്വീറ്റ് കോണൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ സൂപ്പിന്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. റാഗിയും പച്ചക്കറികളും പിന്നെ വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർക്കുമ്പോൾ ഇതൊരു കംപ്ലീറ്റ് മീലായിട്ട് മാറും. ഇത് വളരെ ടേസ്റ്റി ആയതുകൊണ്ട് കുട്ടികളും നന്നായിട്ട് കഴിക്കും. ഒരാൾക്ക് കഴിക്കാനുള്ള അളവിലാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ പച്ചക്കറികളെല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യിന് പകരം ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ഒഴിച്ചു കൊടുത്താലും മതി. ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം, ഇഞ്ചി നുറുക്കിയത്. ഇനി സവാള ചേർത്ത് കൊടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു പച്ചമുളക് നുറുക്കിയതും നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സ്വീറ്റ് കോണും പിന്നെ തക്കാളിയും ചേർത്ത് കൊടുക്കാം. തക്കാളി ഇട്ട് 1 മിനിറ്റൊക്കെ വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് ബാക്കിയുള്ള എല്ലാ പച്ചക്കറികളും ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ആ നെയ്യിൽ ഇതെല്ലാം പച്ചക്കറികളും ഒന്ന് നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം, 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 2 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇതിലുള്ള സ്വീറ്റ് കോണും പിന്നെ മഷ്റൂം ഒക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ റാഗി പൗഡർ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതൊരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കണം. 1 സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടുള്ള ആ റാഗിപ്പൊടി ഉണ്ടല്ലോ, അത് നമുക്ക് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് തിളച്ച് വേവണം. കുറച്ച് നേരം ഇളക്കുമ്പോൾ തന്നെ അത് നന്നായിട്ടൊന്ന് കുറുകി വരും. അതിൻ്റെ കളറൊക്കെ മാറി ഒന്നൊരു ഡാർക്ക് കളറായി വരുന്ന സമയത്താണ് അതിൻ്റെ കറക്റ്റ് വേവ്. ഇപ്പോൾ അത് കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കൂടി കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള റാഗി സൂപ്പ് ഇവിടെ തയ്യാറായി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കണേ. കുട്ടികളുടെയും മുതിർന്നവരുടെയൊക്കെ പ്രതിരോധശേഷി കൂട്ടാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ സൂപ്പ് തന്നെയാണ് കേട്ടോ അത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്തായാലും ഇഷ്ടപ്പെടും. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരാം. താങ്ക്